അസ്സമാൻ, കാലം സാക്ഷി നിൽക്കും. ഇന്നമാ അന്ത അയ്യാം, നമ്മളെന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് കാലമല്ലേ അല്ലേ? ഒരു ദിവസം നമ്മളിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞു, നമ്മൾ തീർന്നു. കാലം സാക്ഷി നിൽക്കും. റമദാന് മാത്രമല്ല, എല്ലാ മാസവും എല്ലാ ദിവസവും സാക്ഷി നിൽക്കും. എന്നാൽ ഇന്ന സമയത്ത് ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് സമയം, കാലം പറയും. വൽ അസ്ർ, കാലത്തെ കാത്തു സൂക്ഷിക്കണം, കാലത്തെ തന്നെ സത്യം, കാലത്തെ പഠിക്കണം, കാലത്തെ വെറുതെ കളയരുത്. സമയം സത്യം ചെയ്യാനുള്ള കാരണം തന്നെ ഈ സൂറത്തിൽ വിജയ പരാജയത്തിൻ്റെ മാനദണ്ഡങ്ങളാണ് ഈ സൂറത്തിൻ്റെ പരാമർശ വിഷയം. ഈ സൂറത്തിന് വേറൊരു പേര് തന്നെ സൂറത്തു സാദ എന്നാണ്. വിജയിക്കണമെങ്കിൽ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ഇല്ലല്ലദീന ആമനു മുതലുള്ള 4 അടയാളങ്ങൾ ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, അത് അടുക്കട്ടെ. വൽ അസ്ർ, സമയം വെറുതെ കളയുന്നവനോട് ഈ വഅലിൻ്റെ ഒരു കാര്യവും ഇല്ല എന്നുകൂടി ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് വായിക്കാം. പുതിയ തലമുറയുടെ ഏറ്റവും വലിയ ദുരന്തം എന്താ? സമയത്തിന് വിലയില്ല. സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തുക. എത്ര സമയമായി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്താൽ പിന്നെ സമയം പോയതറിയാത്ത കാലത്താണ് നമ്മൾ ജീവിക്കണം. നമ്മൾ സമയം കളയരുത്. സമയം കളയുക എന്ന രോഗം നമുക്ക് വന്നു തുടങ്ങിയാൽ നമ്മൾ ഏത് തെറ്റിലേക്കും എത്തും. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി, ഒരു മനുഷ്യൻ അനാവശ്യത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ തൗഫീക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു ആത്മീയ സദസ്സിൽ ഒരാളിങ്ങനെ കരയാണ്. ബുർദയുടെ വ്യാഖ്യാനത്തിൽ ചരിത്രം നമുക്ക് വായിക്കാൻ പറ്റും. കരയുന്നയാളെക്കുറിച്ച് വേറൊരാൾ അതേ സദസ്സെന്ന് ചിന്തിച്ചു, ഇയാൾ അള്ളാഹിനെ ഓർത്തിട്ട് കരയുന്നൊന്നല്ല, വേറെന്തോ ആഗ്രഹത്തിൽ കരയാണ് എന്ന് പറഞ്ഞാൽ ആളെ കാണിക്കാൻ വേണ്ടി കരയാണ്. ആ സ്പോട്ടിൽ അള്ളാഹുവിൻ്റെ ഡിസിഷൻ, തീരുമാനം വന്നു. അങ്ങനെ ചിന്തിച്ച ആൾക്ക് എന്നെ ഓർത്ത് കരയാനുള്ള ഒരു കൊല്ലത്തെ, ഒരു വർഷത്തെ തൗഫീക്ക് ഡിലീറ്റഡ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഏത് അവയവം കൊണ്ടാണോ അനാവശ്യം ചെയ്യണത് ആ അവയവം കൊണ്ട് ആവശ്യമുള്ള കാര്യം ചെയ്യാനുള്ള തൗഫീക്ക് നഷ്ടപ്പെടും. അന്യ പെണ്ണിനെ നോക്കിയാൽ ഭാര്യയിലെ സൗന്ദര്യമാണ് നമ്മുടെ കണ്ണിന് നഷ്ടപ്പെടുക. അനാവശ്യങ്ങൾ ഏത് അവയവം കൊണ്ടാണോ നമ്മൾ ചെയ്യുന്നത് ആ അവയവത്തിന് തൗഫീക്ക് അങ്ങ് നഷ്ടപ്പെടും. തൗഫീക്ക് പോയാൽ പിന്നെ എന്ത് മുതലുണ്ടായിട്ട് എന്താ കാര്യം? എന്ത് കാര്യം? 3 മാസക്കാലം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ യാത്ര ചെയ്ത ഒരാൾ, 3 മാസക്കാലം യാത്ര ചെയ്തയാൾ ഒരനുഭവം പറയുന്നുണ്ട്. എന്താ അനുഭവം എന്നറിയോ? 3 മാസക്കാലം മഹാന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ട് ആകെ എന്നോട് സംസാരിച്ച സംസാരം, എവിടെയാ നാട്? ഡമസ്കസ്. നല്ല നാടാണല്ലോ. അതല്ലാത്തൊരു വർത്താനം എന്നോട് പറഞ്ഞിട്ടില്ല. 3 മാസക്കാലം. 3 മാസക്കാലം. കാരണം അവർക്കറിയാം അനാവശ്യത്തിൽ എൻഗേജ് ആവാനുള്ളതല്ല നമ്മുടെ ജീവിതമെന്ന് അവർക്കറിയാം. സയ്യിദുൽ ഖാതിറിൽ ഹാഫിള് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയാ, പലരും ജീവിതത്തിൽ തോറ്റുപോകുന്നതിൻ്റെ കാരണം മഹാൻ എഴുതി വെക്കുന്നത് എന്താണെന്നറിയോ? കൂലിയില്ല കുറ്റമില്ലാത്ത കാര്യത്തിൽ ഇങ്ങനെ സമയം കളയാ, വഴിയിലിരിക്കുക, രാത്രി വർത്താനം പറയാ, പുതിയ കാല ഭാഷ, ഇൻസ്റ്റയിൽ എൻഗേജ് ആവുക, ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. നമ്മൾ എന്നെ നമ്മളെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. നമ്മൾ ആഖിറത്തിലെത്തിയാൽ, പരലോകത്തെത്തിയാൽ, മഹ്ശറിലെത്തിയാൽ നമ്മൾ തന്നെ വായിക്കുകയാണ് 18-ാം വയസ്സിൽ ആക്സിഡൻറ്റിൽ മരിച്ച ചെറുപ്പക്കാരനാണ്. അപ്പോൾ അള്ളാഹ് പറയും, അത് എനിക്കറിയാലോ, ഞാൻ തന്നെയല്ലേ റൂഹ് പിടിക്കാൻ പറഞ്ഞത്, വായിക്കടോ. 3 കൊല്ലമാണ് പ്രായപൂർത്തിയായതിനു ശേഷം ജീവിച്ചത്. പറയും 3 കൊല്ലം കൊണ്ട് ചെയ്തു തീർത്ത കാര്യങ്ങൾ. പറഞ്ഞോളി. 4,28,336 വീഡിയോസ് യൂട്യൂബ്, ഇൻസ്റ്റ, റീൽസ് വഴി കണ്ടു. വെരി ഗുഡ്. അടുത്ത വായിക്കും. 88,333 തവണ എൻ്റെ സ്റ്റാറ്റസ് ആരെല്ലാം നോക്കിയെന്ന് ഞാൻ തന്നെ നോക്കി. എങ്ങനെ ഉണ്ടാവും? നല്ല രസം ഉണ്ടാവില്ലേ? മുഹീദ്ദീൻ ഷെയ്ഖ്, റിഫായ് ഷെയ്ഖ്, സോൺ പ്രസിഡന്റ് എല്ലാം കേൾക്കണ്ടാവില്ലേ ഈ പറയണൊക്കെ? എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു മനുഷ്യൻ തോറ്റുപോകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അയാളുടെ മനസ്സിൽ സമയത്തിന് വിലയില്ലേ, അയാൾ തോക്കും. കാരണം പിശാചിൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ആദ്യ എൻട്രി എക്സാം സമയമാണ്. അതിൽ തോറ്റോ അയാൾ ഏത് തെറ്റിലേക്ക് എത്തും. സമയം കളഞ്ഞല്ലോ എന്നുള്ള പേടിയിലാണ് ഒരാൾക്ക് തഖ്വ വർദ്ധിക്കല്. പ്രത്യേകിച്ച് നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് സമയം കളയുക എന്ന രോഗത്തെ ജീവിതത്തിൽ നിന്ന് പാടെ അടിച്ചു മാറ്റണം, ഇല്ലാതാക്കണം. നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് സമയം കളയുക എന്ന രോഗം മൂർച്ഛിക്കല്ല വേണ്ടത്. ചില പ്രവാസി മക്കൾ പ്രായമുള്ള ഉമ്മാക്കും ഉപ്പാക്കും സ്മാർട്ട് ഫോൺ കൊടുത്തേക്കലോടുകൂടി നേരത്തെ കയ്യിലുണ്ടായിരുന്ന ദലായിൽ ഖൈറാത്തും വെറുദുൽ ലത്തീഫും ഹിസ്ബുൻ നസറും വെറുദുൻ നബിയും ഒക്കെ മാറ്റിവെച്ച് ഇപ്പോൾ രാവിലെ തന്നെ ഉപ്പാപ്പ 18-കാരിയെ പീഡിപ്പിച്ച് 17-കാരനെ അറസ്റ്റ് ചെയ്യുന്ന ന്യൂസാണ് വായിക്കണത്. ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ രാവിലെ മുതൽ കാണാം നവൈത്തുൽ ഇത്തിഖാഫ് ഫി ഹാദിൽ യൂട്യൂബി ലില്ലാഹി തആല. എങ്ങനെയുണ്ട് നമ്മളെ കാലം? വൽ അസ്ർ, സമയത്തെ പരിഗണിക്കാത്ത മനുഷ്യ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. സമയം പരിഗണിച്ചിട്ടില്ലേ അയാൾ തോൽക്കും എന്ന് പറഞ്ഞാൽ തോക്കും. അപ്പം നമുക്ക് തോന്നും ഞാൻ ഒരുപാട് ഖൈറാത്ത് ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ മിസ്സാവുന്ന ഒരു കാലം നമുക്ക് വരും.
ആയുസ് കൂടുന്നതിനനുസരിച്ച് ഇബാദത്ത് കൂടുക മാത്രമല്ല, സമയം കളയുക എന്ന രോഗം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റണം. വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, ഒന്നാമത്തെ കാലത്തേക്കാൾ രണ്ടാമത്തെ കാലമാകുമ്പോൾ മെച്ചൂർഡ് ആവണം. ഈ ആയത്തിന് അങ്ങനെ കൂടി തഫ്സീറുണ്ട്. വലല്ലാഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, പഴയ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഉള്ള കാലം നീ മെച്ചപ്പെടണം. പുതിയ ഫോൺ പരതിയിട്ട് പോകുകയല്ല വേണ്ട ഉമ്മാമ, ഓൺലൈൻ മജ്ലിസൊക്കെ ഒന്നൊന്ന് ഇറങ്ങി ജീവിതത്തിൻ്റെ അവസാന നാളുകളാണ് എന്ന് ആലോചിച്ച് ഖബറിലേക്ക് ആഖിറത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ കാലത്തെ വിധം എടുത്ത് പരിശോധിച്ചാൽ അവർ സമയം. അതാണ് അബൂബക്കർ ബിൻ അയ്യാശ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നമുക്കിപ്പോൾ ഒരു 500, 1000, 2000 രൂപ മിസ്സായാൽ നമുക്ക് എന്തൊരു ടെൻഷൻ ഉണ്ടാവും. പറഞ്ഞു മോനെ അതിലൊന്നും ടെൻഷൻ ആവരുത്, ലാസ്റ്റ് ഈസ് ലാസ്റ്റ്, കാനമാ കാന ഫാത്തമ ഫാത്ത, പോയത് പോയി, അത് മനസ്സിൽ വെച്ചിട്ട് എന്താ കാര്യം. അയാൾ പറഞ്ഞു ഉസ്താദ് അങ്ങനെയാണോ പറയണത്? എന്നാൽ പിന്നെ ഞാൻ വിട്ട്, ഇനി എൻ്റെ മനസ്സിൽ 1000 ഇല്ല. ഇറങ്ങിത്തീർത്തിട്ടും ഫോണിൽ നോക്കിയിട്ടുള്ള സമയം നഷ്ടപ്പെട്ടതിൽ എനിക്കെന്താ ടെൻഷൻ ഇല്ലാത്തത്? പണമുണ്ടെങ്കിൽ സമയം വാങ്ങാൻ പറ്റുമോ? ഇല്ല. സമയമുണ്ടെങ്കിൽ പണമല്ല, ദീനല്ല, ദുനിയാവ് എല്ലാം ആയിക്കൂടെ? ഇല്ലേ? അപ്പോൾ നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് എന്ന് നമ്മൾ ആലോചിക്കണം. സമയം കളയരുത്, ഒരൊറ്റ സെക്കൻഡ് വെറുതെ കളയരുത്. നൂറുലുലമ MA ഉസ്താദിനെ നമ്മൾ വായിച്ചിട്ടില്ലേ? ജീവിച്ചിരിപ്പുള്ള കോടമ്പുഴ ബാവുസ്താദിനെ നമ്മൾ വായിക്കാറില്ലേ? എന്താണ് അവരുടെ ഒക്കെ ഒരു ജീവിതത്തിൻ്റെ വെളിച്ചം, എന്തൊരു തെളിച്ചം. MA ഉസ്താദിൻ്റെ അടുത്തായാലും ഖലമുൽ ഇസ്ലാം ബാവുസ്താദിൻ്റെ അടുത്തായാലും ആര് പോയാലും ആവശ്യം കഴിഞ്ഞ ഉടനെ അവർ ചോദിക്കും വേറൊന്നുമില്ലല്ലോ, അതിൻ്റെ അർത്ഥം ഒന്ന് പോയി തരുമെന്നാണ്. സക്കരിയ അൻസ്വാരി തങ്ങളുടെ ചരിത്രത്തിൽ ഇത് വായിക്കാൻ പറ്റും, ഇബ്നു ഹജർ റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ വായിക്കാൻ പറ്റും, ഇമാം നവവി റഹിമഹുള്ളയുടെ ചരിത്രം മുഴുവൻ ഇത് തന്നെയാണ്. ജയിച്ചവരെല്ലാവരും ജയിച്ചത് സമയം കളയാത്തോണ്ടാണ്. ഇനിയും പുതിയ ആപ്പ് വന്നുകൊണ്ടേയിരിക്കും. നമുക്കൊരു 500 കൊല്ലം അള്ളാഹ് ആയുസ് തന്നെന്ന് വിചാരിച്ചോ. മരിക്കാനാകുമ്പോൾ അള്ള മലക്കളോട് പറഞ്ഞു പാവല്ലേ 500 പോരാൻ തോന്നും, ഒരു 500 കൂടി കൊടുത്തേ, 1000, ഒരു 1000 കൂടി തന്നു, 2000, ഒരു 2000 കൂടി തന്നു, 4000. ഈ 4000 വർഷം ഫുൾ ടൈം ഒരു ഉപ്മാവും ചായയും കുടിക്കാതെ ഒരു മന്തിയും തിന്നാതെ ഫുൾ ടൈം യൂട്യൂബ് വീഡിയോസ് കണ്ടാൽ വീഡിയോസ് തീരോ? ഇല്ലല്ല, ഇനിയും വീഡിയോസ് ബാക്കി ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇത് തീർക്കലല്ല നമ്മുടെ പണി, ഇത് തീർക്കലല്ല നമ്മുടെ പണി. പിന്നെ എന്താണ് നമ്മുടെ പണി? അല്യൗമ അമലുൻ ഗദൻ ജസാഉൻ, ഇന്ന് പണിയെടുക്കണം നമ്മൾ. എന്തു പണി? യഥാർത്ഥത്തിൽ ഒരാൾക്ക് സ്വർഗം കിട്ടുന്നത് പണിയെടുത്തോണ്ടൊന്നല്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തുകൊണ്ടാണ്, അല്ലേ? അതെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ് ഒരാൾക്ക് സ്വർഗപ്രവേശനം കിട്ടുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദറജ വർദ്ധിക്കുന്നത് അയാളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പണിയെടുത്ത ടീമാണെന്നുള്ള പറയുന്നുണ്ടോ? ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, ചങ്ങന്മാർ പണിയെടുത്ത ടീമാണ്. അതിൻ്റെ അർത്ഥം അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ട് തന്നെയാണ് സ്വർഗത്തിലെല്ലാവരും എത്തല്. പക്ഷേ ബാക്കി സ്വർഗത്തിലെ ദറജ കണക്കാക്കപ്പെടുന്നത് അവരവരുടെ അധ്വാനത്തിനനുസരിച്ചിട്ടാണ്. അതാണ് സ്വർഗക്കാര് അവരുടെ വിശേഷണം പറയുമ്പോൾ ഖുർആനിൽ പറഞ്ഞല്ലോ, ഉജൂഹു യൗമഇദിൻ നാഇമ, അവരുടെ മുഖങ്ങൾ തിളങ്ങുന്നുണ്ടാകും, പ്രകാശിക്കുന്നുണ്ടാകും. ബിക്കോസ് ലിസഇഹാ റാളിയ, അവർ പണിയെടുക്കേണ്ട കാലത്ത് പണിയെടുത്തിട്ടുണ്ട്. പണിയെടുക്കേണ്ട കാലമാണ് SSFകാരെ നമ്മുടെ കാലം. SSFകാരാ അത്ര സൗഭാഗ്യം ആരാ ലോകത്തുണ്ടാവുക? ആർക്കാണ് ഇത്ര സൗഭാഗ്യം ഉണ്ടാവുക? കൂട്ടുകാരെ, അമ്പിയാക്കൾ ചെയ്ത പരിപാടിയാണ് ദഅവത്ത് എന്ന് പറയുന്നത്. അതിനേക്കാൾ അഫ്ളലായ ഒരു ഇബാദത്ത് ലോകത്തില്ല. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, ദഅവത്ത് നടത്തുന്നവരെക്കാൾ ശ്രേഷ്ഠർ ആരുണ്ട് എന്ന് ഖുർആൻ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആരുമില്ലല്ലോ. അവരെക്കാൾ ശ്രേഷ്ഠർ ആരാണ്? കാരണം ദഅവത്തിനേക്കാൾ അഫ്ളലായ ഒരു കാര്യം ലോകത്തുണ്ടെങ്കിൽ അത് അമ്പിയാക്കൾക്ക് ഡ്യൂട്ടി കൊടുക്കുമായിരുന്നു. കാരണം ഏറ്റവും ശ്രേഷ്ഠർ അമ്പിയാക്കളാണ്. ആ അമ്പിയാക്കൾക്ക് അല്ലാഹു കൊടുത്ത ഡ്യൂട്ടിയാണ് ദഅവത്ത്, മറ്റുള്ളവരെ നന്മയിലേക്ക് ക്ഷണിക്കൽ, സ്വന്തം ജീവിതത്തെ ശുദ്ധിയാക്കാൻ ശ്രമിക്കൽ. ഈ ദഅവത്തിന്റെ പാർട്ടാണ് അമ്പിയാക്കൾ ചെയ്തത്. ആ അമ്പിയാക്കളുടെ പണിയാണ് കൂട്ടുകാരെ ഓരോ കാലത്ത് ദാഇമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ തഫ്സീർ ഇബ്നു അജീബയിൽ നമുക്കത് വായിക്കാം. ആരാ പറയണത്? എന്താണ് പറയണത്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്നവരെക്കാൾ, ദീനീ പ്രവർത്തനം നടത്തുന്നവരെക്കാൾ ശ്രേഷ്ഠർ ആരുമില്ല. അവരാണ് ഏറ്റവും ശ്രേഷ്ഠർ. ഇതാരാ പറയണ? സർട്ടിഫിക്കറ്റ് നൽകുന്ന ആളാരാ? ഹുവല്ലാഹ്, അല്ലാഹു തആലയാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, അമ്പിയാക്കളും അതതു കാലത്തെ ദീനീ ദഅവ പ്രവർത്തകരും ഈ ആയത്തിന്റെ പരിധിയിൽ പെടും. ഓഹ്, എന്താണ് പറയുന്ന നോക്കി നിങ്ങൾ. അതല്ലേ നമ്മളാവേണ്ടത്. ഒന്ന്, ചെയ്യുന്ന അമൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ SSFകാരെ. 2,
ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാലം ഏത് കാലത്ത് ഇബാദത്ത് ചെയ്യുന്നതാ? യുവത്വകാലത്ത് ഇബാദത്ത് ചെയ്യുന്നതാ. അതല്ലേ SSFകാർക്കും SYSകാർക്കും ലഭിക്കുന്നത് അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ഇതിൽ നിന്ന് മാറി നിൽക്കും? മാറി നിൽക്കരുത്. ചെയ്യാനാവുന്നതിൻ്റെ പരമാവധി ചെയ്യണം. ഞാനിപ്പോൾ വരുന്നത് ഈ അടുത്ത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട എന്താ കുട്ടിയുടെ പേര്? സഖാഫിയുടെ ഒരു സെക്ടറിൻ്റെ GD സെക്രട്ടറി ആയ മോനുണ്ട്. ആ കുട്ടി മരണപ്പെട്ടിരുന്നു, അസുഖം ബാധിച്ച്. അല്ലാഹു ആ മോൻ്റെ ഖബർ സ്വർഗ്ഗാക്കട്ടെ. ഏത് സമയത്തും എത്ര ആൾക്കാർ അവിടെ ദുആയിന് എത്തിയേക്കണത് കണ്ടോ? എത്ര ആൾക്കാർ അവിടെ എത്തിയേക്കണത്. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ യൂണിറ്റിൽ നിന്നും മുത്തഅല്ലിമീങ്ങളും അല്ലാത്തവരൊക്കെ SSF കാലത്ത് മരിച്ചവരുണ്ടെന്ന് സംഘാടകർ നേരത്തെ അറിയിച്ചിരുന്നു. അവരുടെ എല്ലാവരുടെയും ഖബർ അല്ലാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ കാലം നാളേക്കുള്ള കാലമാണ്. നാളെ സ്വർഗം ലഭിക്കണമെങ്കിൽ ഇന്ന് പണിയെടുക്കണം, ഇന്ന് അധ്വാനിക്കണം, ഇന്ന് മെനക്കെടണം. ഒരൊറ്റ സമയം വെറുതെ കളഞ്ഞാൽ അതിൻ്റെ ഒരു ബർക്കത്ത് കമ്മി ബാക്കി ജീവിതത്തിൽ നമ്മൾ കാണും. സമയം വെറുതെ കളയരുത്. അൻ ശബാബിഹി, മോനെ നിന്റെ യുവത്വം എന്തിന് ചെലവാക്കി എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ ദീനീ പ്രവർത്തനത്തിൻ്റെ കഥ പറയാൻ നമുക്ക് കഴിയണം. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാക്കിഹൂൻ. സ്വർഗ്ഗക്കാർക്ക് ഭയങ്കര തിരക്കാ. കുടുംബക്കാരെ കാണാൻ പോകുന്ന തിരക്ക്, അള്ളാഹുവിനെ കാണാൻ പോകുന്ന തിരക്ക്, അള്ളാഹു കൊടുത്ത സൽക്കാരം സ്വീകരിക്കുന്ന തിരക്ക്, മറ്റ് ആസ്വാദനങ്ങളിലുള്ള തിരക്ക്, അങ്ങനെ വിവിധ തിരക്കുകളുണ്ടാവും. സ്വർഗ്ഗക്കാർ വെറുതെ ഇരിക്കുകയൊന്നും ചെയ്യില്ല. സ്വർഗ്ഗക്കാർക്ക് ഫുൾ ടൈം തിരക്കാ, ആസ്വാദനങ്ങളുടെ ലോകമാണവർ. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ എഴുതി വെച്ചല്ലോ, ഇവിടുന്ന് ഹൈറിൻ്റെ കാര്യത്തിൽ തിരക്കുള്ളവരാണ് സ്വർഗത്തിലെത്തുക എന്ന് ഈ ആയത്ത് സൂചിപ്പിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും തിരക്കുണ്ടാണ്? ഒരു പണിയും ഇല്ലാത്ത അവർ. നീ ഇപ്പോൾ സംഘടനയിലൊന്നുമില്ലേ? ഇല്ല. എന്ത്? ഞാൻ നിർത്തി. ഇതെന്താ ബിസിനസ്സാണ് നിർത്താൻ? നീ ഇപ്പം അസറസ്കരിക്കില്ല? ഇല്ല. അതെ, കുറേ ആയില്ലേ, ഞാൻ നിർത്തി. അങ്ങനെ ആരെങ്കിലും നിർത്തുമോ? അങ്ങനെ ആരെങ്കിലും നിർത്തുമോ? ദീന് നിർത്തുമോ? ദഅവത്ത് നിർത്തുമോ? അങ്ങനെ ആയിരിക്കും തോന്നുമോ? ബാങ്ക് കൊടുക്കലാണോ ഇമാമത്ത് നിൽക്കലാണോ അഫ്ളലായ കാര്യം? ചർച്ചയുണ്ട്, ദീർഘമായ ചർച്ച. ബാങ്കും ഇഖാമത്തും കൊടുക്കലാണ് ഇമാമത്ത് നിൽക്കുന്നതിനേക്കാൾ അഫ്ളൽ എന്നുള്ളതിൽ മഹാന്മാര് ഏകാഭിപ്രായക്കാരാണ്. ബാങ്കും ഇഖാമത്തും ഇമാമത്തിനേക്കാൾ അഫ്ളലായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേ ഇമാമത്ത് സെലക്ട് ചെയ്തത്, ബാങ്ക് കൊടുക്കാതിരുന്നത്? അതിന് കുറേ കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്താണെന്നറിയോ? ബാങ്ക് കൊടുക്കുന്ന ആ വളീഫയേക്കാൾ, ആ ജോലിയേക്കാൾ ശ്രേഷ്ഠമായ ദഅവത്ത് എന്ന് പറയുന്ന ഇബാദത്താണ് തങ്ങൾ ഇപ്പോൾ സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനേക്കാൾ മഫ്ളൂലായ കാര്യമാണ് ബാങ്കും ഇഖാമത്തും. തങ്ങൾ അഫ്ളൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദഅവത്തിൻ്റെ ആവശ്യത്തിന് പല നാടുകളിലേക്കും പല ആവശ്യങ്ങൾക്കും തങ്ങൾ പോകുമ്പോൾ ഇവിടെ ബാങ്ക് മുടങ്ങരുതല്ലോ. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം തന്നെയാണ് തങ്ങൾ സെലക്ട് ചെയ്തത് എന്ന് പറയുമ്പോൾ ദഅവത്ത് തന്നെയാണ് ലോകത്തൊന്നാം സ്ഥാനത്തുള്ള ഇബാദത്ത്. അതിൻ്റെ പുതിയ കാല സംഘടിത രൂപമാണ് സമസ്തയും മുസ്ലിം ജമാഅത്തും SYSഉം SSFും SJMഉം മറ്റു സംവിധാനങ്ങളുമെല്ലാം. അത് പുതിയ കാലത്തെ സംവിധാനമാണ്. പുതിയ കാലത്തെ കുട്ടികളോട് വഅളുണ്ട്, ക്ലാസ് ഉണ്ട്, ദുആ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് അവർ വന്നോളണമെന്നില്ല. അതുകൊണ്ട് SSF അവരോട് പറയും, പ്രഫ് സമിറ്റ് ഇറ്റ് വിൽ ബി കണ്ടക്റ്റഡ് അറ്റ് മൈദിൻ, പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗാദറിങ്, അങ്ങനെ പറയും. അപ്പോൾ അവിടെ ഉണ്ടാവില്ല ഖലീൽ തങ്ങളുടെ ദുആവും പേരുസ്താൻ്റെ വാദം തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ അത് നേരെ ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. കണ്ടോ, ഇപ്പോൾ സ്മൈൽ വിദ്യാർത്ഥികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് എന്ത്? തണ്ണീർ കുമ്പിൾ. തണ്ണീർ കുമ്പിൾ എന്ന പദ്ധതി കൊണ്ട് എന്താ താല്പര്യം? വേനൽ അതിൻ്റെ ഏറ്റവും ശക്തിയിലുള്ള ഈ കാലത്ത് സഹജീവികളോട് സ്നേഹം കാണിക്കാനും മറ്റുള്ളവരെ പരിഗണിക്കാനും കുഞ്ഞിളം കാലത്തു തന്നെ കുട്ടികളുടെ മനസ്സിൽ ആ ബോധം ഷെയർ ചെയ്യാനുള്ള മനസ്സ് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് തണ്ണീർ കുമ്പിൾ എന്ന പദ്ധതി. കണ്ടോ, SSFിൻ്റെ ഓരോ പദ്ധതിനെയും ആ അർത്ഥത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയേ. ഇപ്പോൾ ഒരു റമദാൻ നമുക്ക് കഴിഞ്ഞല്ലോ. സ്മൈൽ വിദ്യാർത്ഥികൾക്ക് SSF കൊടുത്ത ഇഫ്താറിൻ്റെ പേരെന്താണെന്നറിയോ? അജ്വാ പൂന്തോപ്പ് എന്നാണ്. മദീനയിലെ ഈന്തപ്പഴത്തെ ഓർമ്മിപ്പിക്കും വിധത്തിൽ കഥ പറയുന്ന ഒരു ഈത്തപ്പഴത്തിൻ്റെ കഥ, അതാണ് പദ്ധതിയുടെ പേര്. കുറച്ച് മുകളിലുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൊടുത്ത ഇഫ്താറിൻ്റെ പേരെന്താണെന്നറിയോ?
കാരക്ക ചീന്ത് എന്നുള്ളതാണ്. ഇത്തക്കുന്നാറ വലോബിഷിക്ക് തമ്ര എന്ന ഹദീസിൽ നിന്ന്. ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് കൊടുത്ത ഇഫ്താർ എന്ന പദ്ധതിയുടെ പേരെന്താ SSF കണ്ടതെന്ന് പറയാം? ഫർഹത്തൈന ലിസ്വാഇമി ഫർഹത്താനി എന്ന ഹദീസാണ്. ഓരോ പദ്ധതി ഇങ്ങനെ 2 ഡിക്ഷണറി നോക്കിയിട്ട് ജമനി ചേച്ചിനോട് ചോദിച്ചിട്ട് ഇടുന്ന പദ്ധതി പേരല്ല കേട്ടോ, അങ്ങനെ ആരും വിചാരിക്കരുത്. മുത്തഅല്ലിമീങ്ങൾക്ക് സെൻസോറിയം, ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് സ്റ്റുഡൻസ് ഗാല, ക്യാമ്പസ് കുട്ടികൾക്ക് ആർട്സ് ആൻഡ് സയൻസ് ആണെങ്കിൽ ക്യാമ്പസ് അസംബ്ലി, പ്രൊഫഷണൽ സ്റ്റുഡൻസ് ആണെങ്കിൽ പ്രൊഫ് സമ്മിറ്റ്, ഇങ്ങനെ ഓരോ കുട്ടികൾക്കും അതത് കാറ്റഗറിയിൽ വെച്ച് SSF പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് ഉമ്മമാരെ, നമ്മളെ മക്കളെ ദീനി ലോകത്തേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. ഞാൻ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു പോവുക. നമ്മുടെ സമയം നമ്മൾ വെറുതെ കളയരുത്, ആയുസ് കളയരുത്. ഒരു മനുഷ്യൻ മരിക്കണ സമയത്ത് ഏറ്റവും കൂടുതൽ ടെൻഷനാകുന്ന കാര്യം എന്തിലായിരിക്കും എന്നറിയോ? നഷ്ടപ്പെട്ട സമയം ഓർത്തിട്ടായിരിക്കും. നഷ്ടപ്പെട്ട സമയം ഓർത്തിട്ടായിരിക്കും. ലൗലാ അഖർതനി, മരിക്കണ സമയത്ത് ഒരാൾ വിലപിക്കുന്ന വാക്കാ ഖുർആനിൽ, ലൗലാ അഖർതനി, കുറച്ചൊന്ന് ഡിലേ ആക്കും അസ്രായിലേ. എത്ര ഡിലേ ആക്കണം? ഒരു 10 ദിവസം. 10 ദിവസം ഒന്നും കിട്ടൂല. 5 ഇല്ല, 1 ദിവസം ഇല്ല, 1 മണിക്കൂർ ഇല്ല, അരമണിക്കൂർ കിട്ടോ ഇല്ല, 1 മിനിറ്റ് കിട്ടോ ഇല്ല. എന്നാൽ പിന്നെ ഒരു 10 സെക്കൻഡ് കിട്ടിയിട്ട് എനിക്ക് എന്താ ഇപ്പോൾ കാര്യം? അല്ല, ഒരു 4 സുബ്ഹാനല്ലാഹ് അല്ല. ആരാ പറയുന്നത്? ലാസ്റ്റ് സീൻ ടുഡേ വാട്സപ്പിൽ 2:36 പറയുന്നു. എങ്ങനെയുണ്ട്? ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, കുറച്ച് സമയം തരാവോ? കിട്ടുവോ? ഇല്ല. ബൈക്കിലൂടെ പോകുന്ന ബൈക്ക് യാത്രക്കാരൻ്റെ തലയിലേക്ക് റോഡിൻ്റെ സൈഡിൽ നിന്നുള്ള പ്ലാവിൽ നിന്നുള്ള ചക്ക വീണ് മരിച്ചു. അള്ളാഹിൻ്റെ കണക്ക് നോക്കി നിങ്ങൾ. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അള്ളാഹിൻ്റെ കണക്ക് നോക്കി. എപ്പോഴാണ് നമ്മുടെ മരണം എന്ന് നമുക്കറിയില്ല. വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി മരിക്കണില്ല, തൊട്ടപ്പുറത്തുള്ള രോഗി മരിക്കുന്നു, അതിനപ്പുറത്തുള്ള രോഗി ജീവനോടെ, അതിൻ്റെ അപ്പുറത്തുള്ള ആൾ ശ്വാസം മുട്ടി മരിക്കുന്നു. അപ്പോൾ ഇപ്പുറത്തെ ആൾ പറയാ, ശ്വാസോ ഓക്സിജൻ കിട്ടുന്നില്ല എന്നല്ല, ഇവിടെയെല്ലാം കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കണക്ക് വന്നാൽ കണക്ക് പോലെ മരിച്ചു. അള്ളാഹു നമ്മുടെ എല്ലാ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഏത് സമയത്താണ് മരിക്കുക നമുക്കറിയില്ല. സമയം കളയുന്ന ഒരു ജീവിതം നമുക്കുണ്ടാവരുത്. സമയം ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടാൽ തന്നെ ടെൻഷനാകുന്നിടത്തേക്ക് നമ്മളെ ലോകത്തെ നമ്മൾ വികസിപ്പിക്കണം. പ്രവർത്തകർ നിങ്ങളുടെ സമീപിക്കുമ്പോൾ നല്ല സ്വതക്കുകൾ കൊടുക്കണം. കുട്ടികൾ ഇത്രയും ഉറക്കൊഴിഞ്ഞ് അധ്വാനിച്ച് മെനക്കെട്ട് ഈ പ്രോഗ്രാം വെച്ചിട്ട് ബാധ്യതാവാനോ അല്ലെങ്കിൽ അവർക്ക് നിരാശ വരാനോ പാടില്ല. ഇന്നത്തെ SSF യൂണിറ്റുകളിൽ സജീവമാകുമ്പോഴാണ് നാളെ SYS മുസ്ലിം ജമാഅത്തൊക്കെ ശക്തമായ പ്രസ്ഥാനമായി വളരുക. SSFൻ്റെ കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ പൂർണ്ണ പിന്തുണയും സപ്പോർട്ടും നൽകണം. കുഞ്ഞു കുഞ്ഞു കുറവുകളൊക്കെ കാണുമ്പോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം അത് സൗമ്യമായി തിരുത്തിക്കൊടുത്ത് അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ നിർമ്മിക്കുമ്പോൾ SSFൻ്റെ പ്രായത്തിലുള്ള ഇസ്മായിൽ നബിനെ ചേർത്ത് പിടിക്കുന്നത് നാളത്തെ ലോകം നിർമ്മിക്കേണ്ട ഇന്നത്തെ ചെറുപ്പക്കാരാണല്ലോ എന്ന ബോധ്യം നമുക്ക് കിട്ടണ്ടേ ഈ ചരിത്രത്തിൽ നിന്നൊക്കെ. അതുകൊണ്ട് നന്നായിട്ട് SSFൻ്റെ കുട്ടികൾ വരുമ്പോൾ നല്ല സംഭാവനകൾ നേരത്തെ നിങ്ങൾ നൽകിയിട്ടുണ്ട്, ഇപ്പോഴും നൽകണമെന്ന് ഹൃദയഭാഷയിൽ സൂചിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെയൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അപ്പോൾ ഒരാളുടെ സാക്ഷി നിൽക്കുന്ന 1 അൽ മക്കാൻ സ്ഥലം, 2 അസ്സമാൻ കാലം. സമയം സാക്ഷിയേക്കും. ഒരാൾ പരാജയപ്പെട്ടെന്ന് ഉറപ്പാവില്ല. എപ്പോഴാ? നരകത്തിലെത്തുമ്പോൾ ഉറപ്പാവുമല്ലോ, കൺഫേം ആവുമല്ലോ. വെയിറ്റിംഗ് ലിസ്റ്റ് ആണോ? അല്ല. നരകത്തിലെത്തുമ്പോൾ ഒരു മനുഷ്യൻ ഉറപ്പാവില്ലേ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്? അതെ. അങ്ങനെ നരകത്തിലെത്തിയ ഒരു മനുഷ്യൻ എന്താ പറയല്? റബ്ബന അഖ്രിജ്ന, എന്നെ ഒന്ന് നരകത്തുനിന്ന് പുറത്തെടുക്കാവോ അല്ലാ. എങ്ങനെ? എന്നെ ഒന്ന് നരകത്തുനിന്ന് പുറത്തെടുക്കാവോ അല്ലാ. എന്നിട്ട് നരകത്തുനിന്ന് പുറത്തെടുത്തിട്ട് എന്താ വേണ്ടത്? വണ്ടി, ഫുഡ്, ഭാര്യ, ഭർത്താവ്, കുടുംബം, എന്താ വേണ്ടത് എന്ന ചോദ്യത്തിന് അയാൾ പറയണത് കുറച്ച് സമയം തരാവോ എന്ന്. ആരാ പറയണത്? നരകത്തിലെത്തിയ മനുഷ്യനും വേണ്ടത് സമയമാണ്. നരകത്തിൻ്റെ പുറത്തുനിന്ന് കുറച്ച് സമയം വേണം. റബ്ബന അഖ്രിജ്ന, ഒന്ന് നരകത്തുനിന്ന് പുറത്തെടുക്കാവോ എന്ന്. എന്നിട്ട് നിനക്ക് കുറച്ച് സമയം തന്നിട്ട് നീ എന്താക്കാനാ? നഅമൽ സ്വാലിഹ, നല്ല അമൽ ചെയ്തോളാം. നീ പിന്നെയും റീൽസ് തന്നെ ആയിരിക്കും. നീ പിന്നെയും അല്ലല്ല, ഗൈറല്ലദീ കുന്നാ നഅമൽ, പണ്ട് ചെയ്ത പൊട്ടം കളിയൊന്നും ഞാൻ ചെയ്യൂല റബ്ബേ, ഇനി ഞാൻ നന്നാവും, കുറച്ച് സമയം തരാവോ. സൂറത്ത് ഫാത്തിർ, വിശുദ്ധ ഖുർആൻ. റബ്ബന അഖ്രിജ്ന, എന്നെ നരകത്തുനിന്ന് പുറത്തെടുത്തിട്ട് സമയം തന്നാൽ, നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, പണ്ട് ചെയ്ത തെറ്റിനൊന്നും ഞാൻ നിൽക്കൂല, സമയം കളയൂല, ഞാൻ നന്നായിക്കോളാം റബ്ബേ.
അപ്പോൾ അള്ളാൻ്റെ ഒരു ചോദ്യേ, അല്ല പണ്ട് നിനക്ക് സമയം കിട്ടിയിട്ടില്ലേ? ഇപ്പം എന്താ ഇങ്ങനെ വിലപിക്കുന്നത്? പണ്ട് സമയം കിട്ടിയിട്ടില്ലേ? അപ്പോൾ ചിലർ അതെ ഞാൻ പെട്ടെന്ന് മരിച്ച ആളാണ്. പെട്ടെന്ന് മീൻസ് ഡിഗ്രി കഴിഞ്ഞ് 22-ാം വയസ്സിൽ മരിച്ച ആളാണ്. സോ അല്ല, കാര്യമായിട്ടൊന്നും നന്നാവേണ്ട ആയുഷ്കാലം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഓ മേഡം എത്രയാണ് പറയുന്നത്? ഞാൻ എൻ്റെ 2ാമത്തെ പ്രസവം കഴിഞ്ഞ് 25-ാമത്തെ വയസ്സിൽ മരിച്ച ആളാണ്, അതുകൊണ്ട് കാര്യമായിട്ട് നന്നാവാനും സുഹൃതങ്ങൾ ചെയ്യാനൊന്നും പ്രായം ഉണ്ടായിട്ടില്ല, പെട്ടെന്ന് മരിച്ചതായതുകൊണ്ട്. ഓ അങ്ങനെ, അതുകൊണ്ട് കുറച്ചുകൂടി സമയം തരുമോ നന്നാവാൻ? അതെ അതെ അതെ. അള്ളാൻ്റെ തീ തുപ്പുന്ന ഒരു ഉത്തരവുണ്ട്. എന്താണെന്നറിയോ? അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. സാർ എത്ര വയസ്സ് പറഞ്ഞാൽ മരിക്കുമ്പോൾ? 21. 15 വയസ്സുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാരതാ സ്വർഗത്തിൽ, +6 കൊല്ലം നിനക്ക് കിട്ടിയിട്ടില്ലേ? ലാസ്റ്റ് സീൻ ടുഡേ വാട്സപ്പ് 12:33 കേട്ടാ, അവിടെ തന്നെ. മേഡം എത്ര പറഞ്ഞത്? 25. 20 വയസ്സുള്ള എത്ര ഫാത്തിമമാർ സ്വർഗത്തിലുണ്ട്, +5 കൊല്ലം കിട്ടിയിട്ടില്ലേ നന്നാവാൻ അങ്ങനെ 86 വയസ്സൊന്നും വേണ്ട. നന്നാവാൻ അങ്ങനെ അയ്യക്കും അക്സറു അമല അള്ളാഹ്ക്ക് വേണ്ട കുറേ അമല്, അയ്യക്കും അഹ്സനു അമല കുറച്ച് മതി, അത്ര തന്നെ മതി. അയ്യക്കും അഹ്സനു അമല കുറച്ച് മതി. വജാഅകുമുൻ നദീർ. ഈ ആയത്തോതിയിട്ടുള്ള ഒരു വയല് കേട്ടിട്ടില്ലേ? അന്ന് രാത്രി എത്ര മണിക്കാ മേഡം ഉറങ്ങിയേക്കണത്? നമ്മൾ ഒരു പക്ഷേ നമ്മുടെ മൊബൈൽ തുറന്നാൽ ആദ്യം തുറക്കുന്നതോ കൂടുതൽ ഉപയോഗിച്ചതോ ആയ ആപ്പായിരിക്കും നമ്മളെ സ്വർഗനരകത്തിൻ്റെ മാനദണ്ഡമായിട്ടുണ്ടാവുക. നമ്മൾ ഈ ഫോൺ തുറന്നാൽ ആദ്യം ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ കൂടുതൽ സമയം ടൈം സ്പെൻഡ് ചെയ്തതോ ആയ ഏത് ആപ്പാണോ ഉള്ളത്, ആ ആപ്പിൻ്റെ പിക്ചർ സ്റ്റോറേജിൽ കിട്ടും. ആ ആപ്പായിരിക്കും നമ്മുടെ സ്വർഗനരകത്തിൻ്റെ മാനദണ്ഡമായിട്ടുണ്ടാവുക. ഒന്നുകൂടി പച്ചയായി പറഞ്ഞാൽ, നമ്മുടെ തല മുതൽ കാല് വരെ ഇത്രയും അടി ഉയരത്തിൽ ഇത്ര കിലോഗ്രാമുള്ള നമ്മുടെ ശരീരത്തിൽ നമ്മുടെ 2 തള്ളവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും ഈ ഭാഗമുണ്ടല്ലോ, ഏറ്റവും ലാസ്റ്റുള്ള ഭാഗം, ഈ 2 വിരലായിരിക്കും നമ്മളെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എത്തിക്കുന്നതിൻ്റെ മാനദണ്ഡമായി വർക്കൗട്ട് ചെയ്യുക. അതുകൊണ്ട് സമയം കളയരുത്, ആയുസ് കളയരുത്. ഇനി ഒരാൾക്ക് തോന്നുകയാണ്, എന്ത് തോന്നുകയാണ്? എൻ്റെ സമയമൊക്കെ കുറേ നഷ്ടപ്പെട്ടു പോയി, എൻ്റെ ആയുസ്സൊക്കെ വെറുതെ പോയി. ഉസ്താദേ ആകെ ടെൻഷനാണ്. ഓരോ ക്ലാസ്സും ഓരോ വഅലും പ്രായമുള്ള മനുഷ്യരെയൊക്കെ കാണുമ്പോഴും വഅലുകൾ കേൾക്കുമ്പോഴും ജീവിതം ഇന്നലകളെ ഓർത്ത് ടെൻഷനാവുകയാണിപ്പോൾ. എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ടെൻഷനാണ്. എന്തു ചെയ്യാനാ ഉസ്താദേ, എന്തു ചെയ്യണം, എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് വിലപിച്ച് മൂഡ് ഓഫിൻ്റെ സ്റ്റാറ്റസ് ഇമോജി അല്ല, അതല്ല നമ്മളെ ലൈഫ്. എൻ്റെ ആയുസ് കുറേ പോയി, എൻ്റെ ജീവിതം വെറുതെ തീർന്നുപോയി, ഇന്നലകൾ ഓർക്കുമ്പോൾ തന്നെ കരച്ചിൽ വരുന്നു. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഇനി ഞാൻ നന്നാവില്ലാന്നോ, ഇനി ഞാൻ ഒരിക്കലും ജയിക്കൂലാന്നോ എന്ന് തോൽവി സമ്മതിക്കുന്ന തോറ്റുപോയ കഥ പറയരുത്. മറിച്ചെന്ത് വേണം? മറിച്ചെന്താ വേണ്ടത്? ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലയുടെ താജുൽ അറൂസിൽ കാണാം. എന്ത് കാണാം? മോനെ, ജീവിതം കുറേ വെറുതെ പോയിന്നോ, തെറ്റുകുറ്റങ്ങളിലായി ജീവിതം മുങ്ങിക്കൊളിച്ചെന്നോ തോന്നി ഞാൻ തോറ്റു എന്ന് വിചാരിച്ച് ഒരിക്കലും നന്നാവില്ല എന്ന നിരാശയുടെ ലോകത്തേക്ക് മോന് പോകരുത്. നിനക്ക് 2 പരിഹാരങ്ങളുണ്ട്. പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങൾ മതത്തിലില്ലല്ലോ, ഇസ്ലാമിലില്ലല്ലോ. പരിഹാരമുണ്ട്. ഈ പരിഹാരമാണ് ഇന്നത്തെ വഅലിൻ്റെ കാമ്പും കാതലുമായ കാര്യം. ഇന്നത്തെ വഅലിൻ്റെ 2 മണിക്കൂറത്തെ വഅൽ ഓർത്തെടുത്ത് പറയാൻ നമുക്ക് അസാധ്യമാണ്. അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ബൈഹേട്ട് ചെയ്ത് ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാൻ നമുക്ക് ഒരുപക്ഷെ കഴിഞ്ഞോളുന്നില്ല. പക്ഷേ ഇനി പറയുന്ന 2 കാര്യങ്ങൾ അതൊരാളും മറക്കരുത്, ജീവിതത്തിൻ്റെ ആണിക്കല്ലായി കൊണ്ടുവരേണ്ടതാണ്. എന്താണ് ആ 2 പരിഹാരങ്ങൾ? താജുൽ അറൂസാണ് പറയണത്. ഗ്രന്ഥകർത്താവ് സൂഫിയാണ്. ലോകത്ത് അത്ഭുതം അക്ഷരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച ആളാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ. അവരുടെ ഹിക്കം എന്ന ഗ്രന്ഥത്തിന് സറൂഖ് ഇമാമിന് മാത്രം 30 വ്യാഖ്യാനങ്ങളുണ്ട്. ഓരോ പദത്തിനും ആയിരക്കണക്കിന് വ്യാഖ്യാനങ്ങൾ എഴുതാൻ മാത്രം ശക്തിയുള്ള അക്ഷരങ്ങളുടെ ഉടമയാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മഹുല്ലാ. അവിടുത്തെ കനപ്പെട്ട വാക്കുകൾ, എന്തു വാക്ക്! ജീവിതത്തിൻ്റെ ഇന്നലകൾ ഓർത്തിട്ട് ടെൻഷനാവുന്നതിന് പകരം, ഞാനൊക്കെ തോറ്റുപോയി ഞാൻ ജയിക്കൂല എന്ന നിരാശ ലോകത്ത് പോകുന്നതിന് പകരം നിൻ്റെ മുന്നിൽ 2 പരിഹാരങ്ങൾ. ഒന്ന്, ദിക്റിൻ്റെ രാജകുമാരനായ ഒരുപാട് ഖൈറാത്തുകൾ ഒരുമിച്ച് കൂടിയ ഒരു ദിക്റുണ്ട്. ആ ദിക്ർ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. എങ്കിൽ കഴിഞ്ഞ കാലത്തെ ശുദ്ധിയാക്കാനും വരാനിരിക്കുന്ന ഒരു കാലത്തെ ഏറ്റവും മനോഹരമാക്കാനും ആ ദിക്റിന് കഴിയും. ആ ദിക്റിൽ എത്ര അക്ഷരങ്ങളുണ്ടോ ആ അക്ഷരങ്ങൾ ഇൻറ്റു 10 ദോഷങ്ങൾ പൊറുക്കും, അത്രയും നന്മകൾ എഴുതും.
ദർജകൾ വർദ്ധിക്കും. സ്വർഗത്തിൽ ധാരാളം മരങ്ങൾ ആ ദിക്റിന്റെ കാരണം കൊണ്ട് നിനക്ക് നട്ടുപിടിപ്പിച്ച് സംവിധാനിക്കും. സ്വർഗത്തിന്റെ തോട്ടം കിട്ടും. ഉണങ്ങിയ ഇലകൾ കാറ്റടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊമ്പ് കുലുക്കുന്ന സമയത്ത് കൊഴിഞ്ഞു വീഴുന്നത് പോലെ ദിക്ർ ചൊല്ലലോടുകൂടി നിന്റെ തല മുതൽ കാല് വരെയുള്ള ശരീരത്തിലെ ദോഷങ്ങൾ കൊഴിഞ്ഞു പോകും. നിനക്ക് നരകത്തെന്നുള്ള പരിചയമാണ് ആ ദിക്ർ. എത്ര വിശേഷണങ്ങളാണ് ആ ദിക്റിനുള്ളത്. ആ ദിക്ർ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഏതാണ് ആ ദിക്ർ? എപ്പോഴെങ്കിലൊക്കെ ഫോൺ നോക്കിയിട്ട് പെട്ടെന്ന് ഒരു ക്ലിപ്പ്, സമയം കളയരുത്, അനാവശ്യങ്ങളിൽ എൻഗേജ് ആവരുത്. അപ്പം നമുക്ക് സ്റ്റോപ്പാക്കാൻ തോന്നി, വെറുതെ എന്തിനാ ഞാൻ ഇങ്ങനെ ജീവിതത്തിൽ സമയം കളയുന്നത് എന്നൊരു ആത്മീയ ചിന്ത. ഉടനെ നീ ഈ ദിക്റിലേക്ക് കയറിയാൽ മതി. കഴിഞ്ഞ കാലത്തെ ശുദ്ധിയാക്കാൻ, വരാനിരിക്കുന്ന കാലത്തെ സുന്ദരമാക്കാൻ ഈ ദിക്റിന് ശക്തിയുണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദിക്ർ, മീസാനിൽ കനം തൂങ്ങുന്ന ദിക്ർ, മീസാനിൽ വലിയ ഭാരമുള്ള ദിക്ർ. ഏതാണ് ആ ദിക്ർ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. നാവിന് ഭാരങ്ങളില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മം, മീസാനിൽ കനം തൂങ്ങുന്നത്. ദാവൂദ് നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിച്ചല്ലോ, അല്ല റബ്ബേ, ഈ മീസാൻ നീ എനിക്ക് കാണിച്ചെന്നല്ലോ, ഇതൊക്കെ ആർക്കാ നിറക്കാൻ പറ്റുക? അത്രമേൽ വലുതാണ് മീസാൻ. 7 ആകാശവും 7 ഭൂമിയും നന്മയുടെ തട്ടിൽ വെച്ചാൽ വലിയൊരു ചെമ്പ് പാത്രത്തിൽ പഴയ 25 പൈസന്റെ കോയിനിട്ട ഫീലിങ്ങേ ഉണ്ടാവുള്ളൂ. ആ തട്ട് നിറക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു അമലുകൾ കൊണ്ടൊന്നും പറ്റൂല. അതിനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം കൊണ്ട് പഠിപ്പിച്ചു തരിക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ഒരു വിർദായി, സ്ഥിരമായിട്ടുള്ള ഒരു വളീഫയായി നമ്മൾ കൊണ്ടു നടക്കണം. വിർദുൽ ലത്തീഫ് ചൊല്ലുന്നവരോട് വഅലിന്റെ പ്രത്യേകം ആവശ്യമില്ല. ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. എല്ലാ ദിവസവും 100 തവണ ഈ ദിക്ർ ചൊല്ലിയാൽ സമ്പന്നമാകും നമ്മുടെ ജീവിതം, പ്രൗഢമാകും, മനോഹരമാകും, പ്രകാശിക്കും നമ്മുടെ ജീവിതം. 100 എണ്ണം എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ 100 പൂർത്തിയാക്കണം എന്നുണ്ടോ? അല്ല. ഒറ്റയടിക്ക് തന്നെ 100 കംപ്ലീറ്റ് ആക്കണമെന്ന് ഇതിൻ്റെ നിബന്ധനകളായിട്ടുണ്ടോ? അല്ല. രാവിലെ ഒരു 50, ഉച്ചയ്ക്ക് ശേഷം ഒരു 50, അങ്ങനെ മതിയോ? ചർച്ചയുണ്ട്, വിശാലമായ ചർച്ചകളുണ്ട് കിതാബിൽ. നജ്മുദ്ദീനുൽ ഖൈത്തി റഹ്മഹുല്ലയുടെ ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് ഒരു മൗലിദ് ഉണ്ട്. അതിൻ്റെ വ്യാഖ്യാനത്തിൽ അല്ലാമ ദർദരി റഹ്മഹുല്ല ഈ ചർച്ച കൊണ്ടുവരുന്നുണ്ട്. മനോഹരമായ ചർച്ച. ആ ചർച്ചയിൽ പറയുന്നുണ്ട്, ഒരു ദിവസം തീരുന്നതിന് മുമ്പ് നീ ചൊല്ലി തീർത്താൽ മതി. 100 ഒറ്റയടിക്ക് ചൊല്ലുമ്പോൾ നിനക്ക് ഉറക്കോ മറ്റോ വരുന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവണ്ട. ഒരു ദിവസം 86,400 സെക്കൻഡിൻ്റെ പേരാ മലയാളത്തിൽ 24 മണിക്കൂർ. എത്ര? 86,400 സെക്കൻഡിൻ്റെ പേര്. അതിനെന്താ നമ്മൾ വിളിക്കുന്ന പേര്? 24 മണിക്കൂർ. സാഹിത്യത്തിൽ 1 ഡേ, ഒരു ദിവസം. അതിലൊരു 100 തവണ ജീവിതത്തിൻ്റെ അടിമുടി ശുദ്ധി കിട്ടാൻ, നമ്മുടെ ദുനിയാവ് ആഖിറവും വിജയിക്കാൻ, മീസാനിൽ ഖനമുണ്ടാവാൻ ഈ ദിക്ർ ചൊല്ലും തോറും മലക്കുകൾ ഇങ്ങനെ സ്വർഗത്തിൽ മരം വെച്ച് പിടിപ്പിക്കും. പെട്ടെന്ന് മലക്കൾ മരം നടന്ന് നിർത്തും. അതെന്താ നിങ്ങൾ മരം നടന്ന് നിർത്തുന്നതെന്ന് ബാക്കി മലക്കൾ ചോദിച്ചാൽ, അച്ചങ്ങായി പണി നിർത്തി, അപ്പം ഞാനും നിർത്തി. ഡെയിലി 100 തവണ ദിക്ർ ചൊല്ലുന്നവർക്ക് സ്വർഗത്തിൽ 100 മരം കിട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത്? ഇതിൻ്റെ വിശദീകരണത്തിൽ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് സബഖിൽ പറഞ്ഞതാണ് ഓർമ്മയിൽ വരുന്നത്. സ്വർഗത്തിൽ മരം കിട്ടുമെന്ന് പറഞ്ഞാൽ നരകത്തിൽ കടത്തിയിട്ട് മരത്തുനിന്ന് മാങ്ങ കൊടുത്തേക്കലല്ല. മാങ്ങൻ്റെ സീസണാണ്, നല്ല പഴുത്തിട്ടുണ്ട്, അങ്ങനെ കൊടുത്തേക്കലല്ല. സ്വർഗത്തിൽ മരം കിട്ടുമെന്ന് പറഞ്ഞാൽ ഈമാനോട് മരിക്കും, സ്വർഗത്തിലെത്തും എന്നാണ് അതിൻ്റെ അർത്ഥം. കിട്ടണ്ടേ നമുക്ക്? ഓഫറിൽ ഉൾപ്പെടണ്ടേ? എന്തിൻ്റെ എല്ലാം ഓഫറിൻ്റെ പിന്നാലെ നമ്മൾ പോകുന്നുണ്ട്. ഈ ദിക്ർ തന്നെ മതി നമ്മുടെ ജീവിതത്തിൽ. ഈ ദിക്ർ നിങ്ങൾക്ക് തൃപ്തിയായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം പുതിയ കാലം ഓൺലൈൻ കാലത്ത് നേരത്തെ തന്നെ അറിയുന്ന ദിക്ർ എന്ന് പറഞ്ഞാൽ താത്താമാർക്കൊന്നും തൃപ്തിയാവില്ല. സുബ്ഹാനല്ലദീ കഞ്ച ഹർഷുഹു അൽ മിൽഅ സമാവാതി വൽ അർളില്ലദീ ഫാത്തിറ സമാവാതി ബുധനാഴ്ച വൈകുന്നേരം 5:13 124 തവണ ചൊല്ലിയാൽ എന്നൊക്കെ പറഞ്ഞാലേ റാഹത്താവുള്ളൂ പുതിയ തലമുറക്ക്. മണ്ടത്തരത്തിലേക്ക് നമ്മുടെ കാലം മാറ്റിവെക്കരുത്. കേട്ടോ വെള്ള പേപ്പറിൽ കാണുന്ന കറുത്ത മഷികളെല്ലാം വിഴുങ്ങാനുള്ളതല്ല നമ്മൾ, അങ്ങനെ കേൾക്കാനുള്ളവരും അല്ല നമ്മൾ. ഈ ദിക്ർ എന്തൊരു മഹത്വമുള്ള ദിക്റാ! എങ്ങനെയാ ഇതിൻ്റെ മഹത്വം പറഞ്ഞ് തീർക്കുക? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇതിൻ്റെ ഒരു ചുരുങ്ങിയ രൂപ നമ്മുടെ ദിക്ർ ഇതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. നവവി ഇമാമ അദ്കാറിൽ പറഞ്ഞല്ലോ, രാവിലെ ചൊല്ലണം. രാവിലെ നിനക്ക് കുറേ ദിക്റൊന്നും ചൊല്ലാൻ പറ്റുന്നില്ലെങ്കിലും മോനെ, ഒരു ദിക്റെങ്കിലും രാവിലെ നീ ചൊല്ലണം. ഒരു തവണയെങ്കിലും നീ ചൊല്ലണം, ഒരൊറ്റ തവണ. കാരണം ആ സമയത്തിൻ്റെ ബർക്കത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബർക്കത്താണ്. ഇതാണ് ജീവിതത്തിൻ്റെ ഇന്നലകളെ ശുദ്ധിയാക്കാനും വരാനിരിക്കുന്ന കാലത്ത് മനോഹരമാക്കാനുള്ള 2 വഴികളിൽ ഒന്നതാണ്. 2 പറയുന്നയാൾ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റഹ്മഹുല്ല വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. ആ മല പോലുള്ള ആലിമിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. സെക്കൻഡ് വൺ, അതെന്താ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല.
വാക്കുകളില്ല, അക്ഷരങ്ങളില്ല, ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടൊന്നും മഹത്വങ്ങൾ തീർക്കാൻ പറ്റാത്ത വിധം ഇബാദത്ത്, അത്രമേൽ വലുതായ ഒരു ഇബാദത്ത്. ഏതാണ് ആ ഇബാദത്ത്? ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ എത്ര! ദോഷങ്ങൾ പൊറുക്കും, ടെൻഷൻ പോകും, മക്കൾ നന്നാകും. സ്വലാത്ത് ചൊല്ലുന്ന മകളുടെ ഉപ്പാന്റെ പേര് റൗളയിൽ എത്തും. യുസല്ലി അലൈക ഫുലാൻ ബിൻ ഫുലാൻ, നബിയെ ഇന്നാലിന്നാളുടെ മകൻ ഇന്നാലിന്നയാൾ സ്വലാത്തില്ലീൻ. അപ്പൊ സ്വലാത്തില്ലെന്ന മകന്റെ പേര് അബ്ദുള്ളയാണ്, ഉപ്പാന്റെ പേര് അബ്ദുൽ ഖാദർ ആണെങ്കിൽ അബ്ദുൽ ഖാദറിന്റെ മകൻ അബ്ദുള്ള സ്വലാത്തില്ലീൻ. അപ്പൊ ഉപ്പാന്റെ പേര് ഫ്രീ ആയിട്ട് റൗളയിലെത്തും. സ്വലാത്തില്ലെന്ന മക്കളുണ്ടെങ്കിൽ ഉപ്പമാരെ ആഘോഷിക്കാം. SSFന്റെ സുംറ നടത്തുന്ന പിള്ളേര് നമുക്ക് മക്കളായിട്ടുണ്ടെങ്കിൽ പിന്നെന്തിന് നമ്മൾ ഭയപ്പെടണം? ഒരു മുത്തഅല്ലിമായ മോൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ രാപ്പകൽ ഭേദമന്യേ അൻ അബീ ഹുറൈറത അൻ ഇബ്നു മസ്ഊദ് അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ബുഖാരിയിൽ, മുസ്ലിമിൽ, തിർമിദിയിൽ, ഇബ്നു മാജയിൽ, തബറാനിയിൽ, ദാറഖൂത്തിനിയിൽ എല്ലാ കിതാബിലും അവനെ വായിക്കുമ്പോൾ എത്ര സ്വലാത്ത ആ കുട്ടിയുടെ ബിരുദ കാലത്തിനുള്ളിൽ, ദർസ് കാലത്ത്, മതപഠന കാലത്ത് ചൊല്ലി തീർക്കണത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ബർക്കത്ത് ഈ ഉപ്പാക്കത്തൂലേ. സനൂസ് ഇമാമിൻ്റെ ഉപ്പ വഫാത്തായപ്പോൾ ഖബറിലെത്തിയ, പരലോകത്തെത്തിയ സനൂസ് ഇമാമിൻ്റെ ഉപ്പാൻ ഒരാൾ സ്വപ്നം കാണുക. എന്താ അവസ്ഥ എന്ന് ചോദിച്ചപ്പം എനിക്ക് ഹൈ ലെവൽ പൊസിഷനാ, സ്വർഗത്തിൽ വലിയ സ്ഥാന. എന്താ കാരണം എന്ന് ചോദിച്ചു. കാരണം എന്താ പറയുന്നറിയോ? എൻ്റെ മോന് വലിയ വലിയ ആലോചന നടത്തിയില്ലേ. എൻ്റെ മോന് വലിയ വലിയ ആലോചന നടത്തുമ്പോൾ എനിക്കതിൻ്റെ പവർ ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റുകയാണ്. അപ്പം 5ാം ക്ലാസ് എന്ന് ഒഴിവാവേണ്ടവരല്ല നമ്മളെ പിള്ളേര്. SSLCയുടെ കാരണം പറഞ്ഞ് മദ്രസ നിർത്തേണ്ടവരല്ല നമ്മുടെ മകൾ. പിന്നെ ദീൻ പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ ഗർഭത്തിൽ വളർന്ന ഒരു മോൻ, നമ്മൾ പരിപാലിച്ചു വളർത്തിയ ഒരു മോൻ, ജംഉൽ ജവാമിൻ്റെയും ഷറഹുൽ അഖായിദിൻ്റെയും തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെയും അക്ഷരങ്ങളുടെ ഇടയിലുള്ള വിവരങ്ങളെ ആലോചനാ ശക്തി കൊണ്ട് നിർദ്ധാരണം ചെയ്യുമ്പോൾ ഉപ്പക്കും ഉമ്മക്കും കിട്ടുന്ന പവർ എത്ര! ഇബ്നു ആബിദീൻ റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബിലെ വലിയ പണ്ഡിതനാണ്. അവരുടെ ഉപ്പ മരണപ്പെട്ട് എല്ലാ ദിവസവും ഇബ്നു ആബിദീൻ തങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ദീർഘനേരം ഖുർആൻ ഓതും, ഉപ്പക്ക് ദ്വാരക്കും. കറക്റ്റ് മരണത്തിൻ്റെ 1 മാസം ശേഷം ഉപ്പ സ്വപ്നത്തിൽ വന്നിട്ട് പറയുന്നുണ്ട്, മോനെ ജസാക്കല്ലാഹു ഖൈറാ, വലിയ സന്തോഷമുണ്ട് കേട്ടോ, മോനിക്ക് വലിയ പ്രതിഫലം തരട്ടെ, കൊടുത്തേക്കുന്ന സമ്മാനമൊക്കെ കിട്ടുന്നുണ്ട് എന്ന്. അങ്ങനെ കൊടുത്തേക്കുന്ന മോനാവണം നമ്മുടെ മോൻ. എങ്കിൽ ഖബറെന്ന മണ്ണറ മണിയറയാവാൻ വേറെ സംവിധാനവും കൊട്ടേഷനൊന്നും ഏൽപ്പിക്കണ്ട. ആ ഖബറിൽ പോയി കിടന്നാൽ മതി. വലതുൻ സ്വാലിഹുൻ, സ്വാലിഹായ മക്കളായാൽ മതി. പിന്നെ സ്വാഭാവികമായിട്ട് യദുഉ ദ്വാരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ മക്കൾ സുന്നത്തിൻ്റെ പ്രവർത്തകരാവണം. നമ്മുടെ മക്കൾ ദീനിൻ്റെ അഹലുകാരാവണം, ഇൽമിൻ്റെ അഹലുകാരാവണം. അതാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. സ്വലാത്ത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ വെറുതായി കൊണ്ട് നടക്കണം. എല്ലാ ദിവസവും 10,000 സ്വലാത്തില്ലെന്ന ഉസ്താദിനെ ഷഹറാൻ ഇമാം റഹിമഹുല്ല പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയൊന്നും നമുക്ക് നടക്കൂല. ഒരു പക്ഷേ അങ്ങനെ പൂർത്തിയാക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. ഒരു 100 സ്വലാത്തെങ്കിലും എല്ലാ നേരത്തും അഥവാ എല്ലാ ദിവസവും ചൊല്ലാൻ നമ്മളെ കണ്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് ആലോചിച്ച് നോക്കിയേ. നമുക്കെല്ലാം തന്ന, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട, നമുക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞ നമ്മളെ നേതാവാണല്ലോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറിൽ എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയുമ്പോൾ എനിക്കുള്ള കൂലി തരി, അനുയായികൾ മുഴുവനും ദീൻ കൊണ്ട് നടന്നത്, ഞാൻ അവരുടെ മുന്നിൽ നടന്നത് കൊണ്ടാണ് കൂലി തരി എന്ന് നഫ്സി നഫ്സി എന്ന് പറയുമ്പോൾ ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ മുന്നേ എൻ്റെ ഉമ്മത്തിന് കൂലി കൊടുക്കൂ. ഫഇന്ന സുറൂറി, എൻ്റെ ഉമ്മത്ത് സ്വർഗത്തിലെത്തി ആസ്വദിക്കുന്നത് കാണാനാണ് എൻ്റെ സന്തോഷം. അതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് സ്വർഗ ഉദ്ഘാടനം ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് കയറാതെ പുറത്തേക്ക് വന്ന് വീണ്ടും മഹ്ശറിലേക്ക് വരുന്നത് എന്തിന്? എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും ഞാനറിയാതെ വിഷമിച്ചാലോ പ്രയാസപ്പെട്ടാലോ എന്ന് ഓർത്തിട്ടാണ്. കണ്ടോ, അവ്വലുമായി യദ്ഖുലുൽ ജന്ന എന്ന പേരുണ്ട് തങ്ങൾക്ക്. ആ പേരിനെ വിശദീകരിച്ച് തദ്കിറത്തുൽ മുഹിബ്ബീനിൽ ഈ വിശദീകരണം കാണാം. ഉമ്മത്തി ഉമ്മത്തി, അല്ലാ എൻ്റെ ഉമ്മത്തിന് ആദ്യം കൂലി കൊടുക്ക്, അവർ സ്വർഗത്തിൽ കളിക്കുന്നത് കാണാനാണ് എൻ്റെ സന്തോഷം, എൻ്റെത് കുറച്ച് കഴിഞ്ഞിട്ടായാലും മതി. ഇങ്ങനെ ആരെങ്കിലും കിട്ടുമോ നമുക്ക്? അല്ല തന്നെ ദുനിയാവെന്ന് തങ്ങളോട് ചോദിച്ചല്ലോ, ലഅല്ലക ബാഖിയുൻ നഫ്സക, എന്തിനാ നബിയെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? തങ്ങളെ ശരീരം നോക്കാതെ തങ്ങൾ മെനക്കെടുന്നുണ്ടല്ലേ. എന്ത് കഷ്ടപ്പാടാണ് തങ്ങൾ കഷ്ടപ്പെടുന്നത് ഉമ്മത്തിനെ നന്നാക്കാൻ. അങ്ങനെ
അവിടുത്തെ ശരീരം മറന്ന് അധ്വാനിച്ചില്ലേ നമുക്ക് വേണ്ടിയിട്ട്? ഇല്ലേ? രാത്രി ഉറക്കൊഴിഞ്ഞ് നിസ്കരിക്കുമ്പോൾ എന്താണ് തങ്ങൾ ദ്വാരക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി ആയിഷ ബീവി ശ്രദ്ധിച്ചപ്പോൾ അവിടുന്ന് ദ്വാരുന്നത് അല്ലാഹു മഗ്ഫിർലി ഉമ്മത്തി സുജൂദിൽ, അല്ലാഹു മഗ്ഫിർലി ഉമ്മത്തി അത്തഹയ്യാത്ത് കഴിഞ്ഞിട്ട്, അല്ലാഹു മഗ്ഫിർലി ഉമ്മത്തി റുകൂഇൽ. നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചല്ലോ ആയിഷ ബീവി, എന്താ തങ്ങളെ ഉമ്മത്തിനെ കിട്ടുമ്പോൾ ദിക്റും ഖുർആനൊക്കെ മറന്നോയോ? ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കുന്നതും ഖബറിൽ ജീവിക്കുന്നതും പരലോകത്ത് ജീവിക്കുന്നതും എൻ്റെ ഉമ്മത്തിന് വേണ്ടിയല്ലേ ആയിഷ? നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ദ്വാരുന്ന ആളല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? ആ റസൂലുള്ളാഹിനെ പരലോകത്ത് പോലും കാണാത്ത മനുഷ്യന്മാരുണ്ട്. ആരാണ് പരലോകത്ത് കാണാത്തവർ? മസ്തൂറുൽ ഇഫാദ നോക്കൂ നിങ്ങൾ. പരലോകത്ത് പോലും തങ്ങളെ കാണാത്ത ബിദ്അത്തുകാർ, ഫാസിഖീങ്ങൾ. ഹൗലുൽ കൗസറിൻ്റെ അടുത്ത് നിന്ന് അവർ ആട്ടി ഓടിക്കപ്പെടും. അങ്ങനെയെങ്ങാനും നമ്മളായാൽ ഈ ഭൂമിയിൽ നമ്മളെന്തിനാ ജീവിച്ചത്? നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഈ ദുനിയാവിൽ പറ്റിയില്ല, ശരി, ആഖിറത്തിലും പറ്റിയില്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മളെന്തിനു ജീവിച്ചു? പുറത്തിറങ്ങാൽ വഷളാവുന്ന ഹറാമുകൾ രഹസ്യ ജീവിതത്തിലുണ്ടെങ്കിൽ അയാൾക്ക് നബി തങ്ങളുടെ ശഫാഅത്ത് കിട്ടൽ ബുദ്ധിമുട്ടാണെന്ന് ഷെഹ്റാനി ഇമാം എഴുതി വെച്ചത് നമ്മുടെ ഓർമ്മയിൽ വേണം. തങ്ങളെ നമ്മൾ നന്നായി മഹബത്ത് വെക്കണം.